കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc അതർ പാറ്റേൺ കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ സിലബസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. മലയാള ഭാഷയും സാഹിത്യവും ഒന്ന് എന്നാണ് ഫസ്റ്റ് സെം BSc അതർ പാറ്റേൺ കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ പേപ്പറിൻ്റെ പേര്. മലയാള ഭാഷയും സാഹിത്യവും ഒന്ന്. അപ്പോൾ ഈ ഒരു പേപ്പർ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് പരമ്പരാഗതമല്ലാത്ത സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാംസ്കാരിക മേഖലകളിലേക്ക് മാതൃഭാഷയിലൂടെ ചെന്നെത്താനുള്ള അവസരം നൽകുക എന്നതും വിവിധ സാഹിത്യ രൂപങ്ങളെ പരിചയപ്പെടുത്തുക എന്നതുമാണ്. ഇനി അതിൽ 4 മൊഡ്യൂളുകളായിട്ടാണ് ഈ ഫസ്റ്റ് സെം BSc അതർ പാറ്റേൺ കോമൺ കോഴ്സ് മലയാളത്തെ തിരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മലയാള ഭാഷയും സാഹിത്യവും എന്നുള്ള സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തെ 4 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട് സിലബസ്. അപ്പം അതിലത്തെ ഒന്നാമത്തെ മൊഡ്യൂള് എന്ന് പറയുന്നത് 3 ലേഖനങ്ങളാണ്. ഒന്നാമത്തെ മൊഡ്യൂള് 3 ലേഖനങ്ങളാണ്. ഒന്നാമത്തെ ലേഖനം കലയും ആവിഷ്കാരവും എന്നുള്ള നിത്യചൈതന്യ യതിയുടേതാണ്. രണ്ടാമത്തത് ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ സിയാറ്റിൽ മൂപ്പൻ്റെ ലേഖനം. മൂന്നാമത്തത് കണ്ടൽ ജീവിതം എന്നുള്ള പൊക്കുടൻ്റെ ലേഖനം. അപ്പോൾ ഈ 3 ലേഖനങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂള് എന്ന് പറയുന്നത് കഥകളാണ്. 3 കഥകൾ തന്നിട്ടുണ്ട്. അതിലൊന്ന് ബോൺസായികൾ എന്നുള്ള കോവിലൻ്റെ കഥയാണ്. രണ്ടാമത്തത് ലോല എന്ന അമേരിക്കൻ പെൺകിടാവ് എന്നുള്ള പത്മരാജൻ്റെ കഥ. 3 വിസ്മയ ചിഹ്നങ്ങൾ എന്നുള്ള അഷിതയുടെ കഥയും. ഇനി മൂന്നാമത്തെ മൊഡ്യൂള് സഞ്ചാര സാഹിത്യം. സഞ്ചാര സാഹിത്യത്തിൽ കാപ്പിരികളുടെ നാട്ടിൽ നിന്നുള്ള SK പൊറ്റക്കാടിൻ്റെ കൃതിയാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഇനി നാലാമത്തെ മൊഡ്യൂളിൽ കവിതകളാണ് തന്നിട്ടുള്ളത്. 4 കവിതകൾ നാലാമത്തെ മൊഡ്യൂളിൽ തന്നിട്ടുണ്ട്. ഒന്ന് ബുദ്ധനും ഞാനും നരിയും എന്നുള്ള ഇടശ്ശേരിയുടെ കവിത. 2 കൊല്ലേണ്ടതെങ്ങനെ എന്നുള്ള സുഗതകുമാരിയുടെ കവിത. 3 മീര പാടുന്നു എന്നുള്ള സച്ചിദാനന്ദൻ്റെ കവിത. 4 പല പോസിലുള്ള ഫോട്ടോകൾ എന്നുള്ള KGSൻ്റെ കവിത. അപ്പം ഇങ്ങനെ 4 കവിതകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 മൊഡ്യൂളുകളാണ് ഫസ്റ്റ് സെം BSc അതർ പാറ്റേണിലെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഇതിൽ നിന്ന് 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആകെ 100 മാർക്കാണ്. 20 മാർക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ടും 80 മാർക്ക് എക്സ്റ്റേണൽ മാർക്കായിട്ടുമാണ് നിങ്ങൾക്ക് തരുന്നത്. 20 മാർക്കിൻ്റെ ഇൻറ്റേർണൽ മാർക്കിന് അസൈൻമെൻറ്റ്, സെമിനാർ, അറ്റൻഡൻസ്, ഇൻറ്റേർണൽ എക്സാം ഇതൊക്കെ നോക്കിയിട്ടാണ് ഇൻറ്റേർണൽ മാർക്ക് നൽകുന്നത്. എക്സ്റ്റേണൽ മാർക്കായിട്ടുള്ള 80 മാർക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതി കിട്ടുന്നതാണ്. ഇനി 6 മാസം ഒരു സെമ്മ് എന്ന് പറയുമ്പോൾ 6 മാസത്തെ കാലാവധിയുള്ള കോഴ്സാണ്. അപ്പോൾ ഈ 6 മാസം കൊണ്ട് പഠിക്കേണ്ടത് എന്നാണ് അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ മുമ്പ് 1 വർഷത്തെ പരീക്ഷ എന്നുള്ളത് മാറിയിട്ട് 6 മാസം കഴിയുമ്പോൾ ഈ സിലബസ് കഴിഞ്ഞ് അടുത്ത സിലബസ് തുടങ്ങുക. അപ്പോൾ 6 മാസത്തേക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള 4 മൊഡ്യൂളുകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. അതിനുശേഷം വീണ്ടും 6 മാസത്തേക്ക്
4 മൊഡ്യൂളുകൾ വെച്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്ന കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന ഒറ്റ പുസ്തകവും ബാക്കി വരുന്ന 3 മൊഡ്യൂളുകൾ, അതായത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 4, ഇത് 3ഉം കൂടി കൂട്ടിയിട്ട് ഒറ്റ പുസ്തകവുമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് BSc അതർ പാറ്റേൺ സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 4 മൊഡ്യൂളുകളാണ് എന്ന് പറഞ്ഞു. 6 മാസത്തേക്കുള്ള സിലബസാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ 6 മാസം കഴിയുമ്പോൾ ഈ സിലബസും ഈ ടെക്സ്റ്റ് പുസ്തകങ്ങളും ഒക്കെ തന്നെ മാറി വേറൊരു സിലബസും വേറെ ടെക്സ്റ്റ് ബുക്കുകളുമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. ഇപ്പോൾ 6 മാസത്തേക്കുള്ള ഈ സിലബസിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി പാഠഭാഗങ്ങളിലേക്ക് പോവാം.